വെള്ളാപ്പള്ളി കുറേ കാലമായിട്ട് SNDP-യുടെയും അല്ലെങ്കിൽ നാരായണീയ പ്രസ്ഥാനത്തിൻ്റെയും താല്പര്യത്തിനപ്പുറത്ത് വ്യക്തിഗത താല്പര്യത്തിന് മുൻഗണന കൊടുക്കുന്നുവെന്നത് അതിൽ നിന്ന് തന്നെയുള്ള ആളുകൾ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. ഇപ്പോൾ നമുക്ക് തോന്നുന്നത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളോടൊപ്പം തന്നെ മകൻ്റെ രാഷ്ട്രീയ ഭാവിയും അദ്ദേഹം കാണുന്നുണ്ടാവും. മുസ്ലിം സമുദായത്തിന് എന്ത് കൊടുത്തു എന്ന് പറയട്ടെ, ഞാൻ അത് വെല്ലുവിളിക്കുക. അത്ര അപകടകരമായ നിലപാട് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല. നിയമസഭയിൽ ഒരു നിയമസഭാംഗം ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ CPM-ൻ്റെ MLA ആണ് പറയുന്നത്. അത് പറയൽ എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയല്ല എന്ന് പറയൽ വർഗീയതയാണ് എന്ന്. CPM എവിടെ നിൽക്കുന്നത്? ശ്രീരാം വെങ്കിട്ടരാമൻ മറ്റേ ഒരു പത്രപ്രവർത്തകനെ കാറിടിച്ചു കൊന്നൊരു പ്രതി ചേർക്കപ്പെട്ടയാളാണ്. അദ്ദേഹത്തെ ആലപ്പുഴ ജില്ലാ കളക്ടറായിട്ട് നിശ്ചയിച്ചു. സ്വാഭാവികമായിട്ടും പ്രതിഷേധം വന്നു. അത് മാധ്യമരംഗത്തുള്ളവരുടെ ഭാഗത്തു വന്നു, അല്ലേ? പത്രപ്രവർത്തക യൂണിയൻ്റെ പ്രസ്താവന വന്നു. അദ്ദേഹം പ്രദാനം ചെയ്ത പത്രത്തിൻ്റെയും അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും ഭാഗത്ത് വന്നു. പൊതു പ്രതിഷേധം രൂപപ്പെട്ടു. അദ്ദേഹത്തെ മാറ്റി. എന്താണ് ചർച്ച? ഒരു സവർണനായ ഒരാൾക്ക് കേരളത്തിൽ കളക്ടറാകാൻ മുസ്ലിങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന്. RSSൻ്റെ ആ രാഷ്ട്രീയ അജണ്ടയ്ക്ക് ആക്കം കൂട്ടുന്ന അവസരങ്ങൾ സൃഷ്ടിച്ചത് കേരളത്തിൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്, അവർക്ക് മുഖ്യ പങ്കുണ്ടെന്ന് മുമ്പൊരിക്കലും വാർത്താസമ്മേളനം ഞാനിവിടെ പറഞ്ഞിരുന്നു. അത് ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടുത്തെ മദ്രസ അധ്യാപകർക്ക് 25,000 രൂപ സർക്കാർ ശമ്പളം കൊടുക്കുന്നുവെന്ന് സംഘപരിവാർ പ്രചരിപ്പിച്ചു. വെള്ളാപ്പള്ളി ഏറ്റെടുത്തു, പലരും അത് ഏറ്റെടുത്ത് ക്യാമ്പയിൻ നടത്തി. ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു യാഥാർത്ഥ്യം പറയാൻ. ഇന്ത്യയിലെവിടെയും കേരളത്തിലെവിടെയും ഒരു മദ്രസ അധ്യാപകൻ 1 രൂപ പോലും സർക്കാർ ശമ്പളം കൊടുക്കുന്നില്ല. ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു, ഈ വിഷയത്തിൽ ഒരു പൊതുസംവാദം കേരളത്തിൽ നടക്കണം. പൊതുചർച്ചയ്ക്ക് വെള്ളാപ്പള്ളി സന്നദ്ധനാകണം. ഇതിന് മറുപടി പറയണം. അല്ലെങ്കിൽ അദ്ദേഹം പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ബട്ടൺ സെലക്ട് ചെയ്യുക. ഒപ്പം ഷെയർ, ലൈക്ക്. യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഗവൺമെൻറ്റിന് ഇതിൽ പങ്കുണ്ട്. നവോത്ഥാന സമിതിയുടെ ചെയർമാനാണ്, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ സുഹൃത്ത് P. രാമഭദ്രനാണ് എൻ്റെ ജനറൽ സെക്രട്ടറി. അദ്ദേഹം നിശബ്ദനാണ് ഈ വിഷയത്തിൽ. എത്ര അപകടകരമായ നിലപാട് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല. നിയമസഭയിൽ ഒരു നിയമസഭാംഗം ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ CPM-ൻ്റെ MLA ആണ് പറയുന്നത്. അത് പറയൽ എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയല്ല എന്ന് പറയൽ വർഗീയതയാണ് എന്ന്. CPM എവിടെ നിൽക്കുന്നത്? RSSൻ്റെ ആ രാഷ്ട്രീയ അജണ്ടയ്ക്ക് ആക്കം കൂട്ടുന്ന അവസരങ്ങൾ സൃഷ്ടിച്ചത് കേരളത്തിൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്, അവർക്ക് മുഖ്യ പങ്കുണ്ടെന്ന് മുമ്പൊരിക്കലും വാർത്താസമ്മേളനം ഞാനിവിടെ പറഞ്ഞിരുന്നു. അത് ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടുത്തെ മദ്രസ അധ്യാപകർക്ക് 25,000 രൂപ സർക്കാർ ശമ്പളം കൊടുക്കുന്നുവെന്ന് സംഘപരിവാർ പ്രചരിപ്പിച്ചു. വെള്ളാപ്പള്ളി ഏറ്റെടുത്തു, പലരും അത് ഏറ്റെടുത്ത് ക്യാമ്പയിൻ നടത്തി. ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു യാഥാർത്ഥ്യം പറയാൻ. ഇന്ത്യയിലെവിടെയും കേരളത്തിലെവിടെയും ഒരു മദ്രസ അധ്യാപകൻ 1 രൂപ പോലും സർക്കാർ ശമ്പളം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, വഖഫ് അത് ആ വിഷയത്തിൽ അവസാന ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നിഷേധിച്ചില്ല. ഒരു മദ്രസ അധ്യാപകന് പോലും 1 രൂപ പോലും സർക്കാർ ശമ്പളം കൊടുക്കുന്നില്ല. എങ്ങനെ നമ്മുടെ നാട്ടിൽ കൊടുക്കാൻ പറ്റുന്ന നിയമമില്ലല്ലോ, കൊടുക്കുന്നില്ല. പക്ഷേ ആ പ്രചരണം 1.5 വർഷം നിലനിന്നു. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ആ പ്രചരണത്തിന് വേഗത കൂടി. പക്ഷേ ഗവൺമെൻറ് നിശബ്ദമായി. നിയമസഭയിൽ വിശദീകരിക്കാൻ പറഞ്ഞു, നിശബ്ദമായി. തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും പിണറായി അധികാരത്തിൽ വന്നു. പിന്നീടാണ് അതിനെ ഭാഗികമായി തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായത്. കാരണം ഇത്തരമൊരു ധ്രുവീകരണം തങ്ങൾക്ക് വോട്ടായി മാറുമെന്ന ധാരണയിലായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി. ഇടതുപക്ഷം വലതുപക്ഷം ഭേദമാണെന്നല്ല, അതായിരുന്നു അവരുടെ നിലപാട്. മറ്റൊന്ന്, വഖഫ് ബോർഡ് നിയമനത്തിൻ്റെ പ്രശ്നം വന്നു. എന്തായിരുന്നു ക്യാമ്പയിൻ? ഞാൻ 100-ൽ താഴെയുള്ള വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ടു ഇടതുപക്ഷ ഗവൺമെൻറ്. 8,500-ഓളം ഉദ്യോഗമുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ട ദേവസ്വം ബോർഡിൻ്റെ വിട്ടില്ല. ഈ 100 പേർക്ക് ശമ്പളം കൊടുക്കുന്ന എവിടെന്നാ?
ഈ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത പള്ളികളുടെ വരുമാന വിഹിതം കൊടുക്കും, അതിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത്. അതിൻ്റെ ഫണ്ട് പോലും ഗവൺമെൻറ് വക മാറ്റിയേക്കുവാണ്, വഖഫ് ബോർഡിൻ്റെ വക മാറ്റിയേക്കുവാണ്. അപ്പം ഇങ്ങനെ പള്ളികളിൽ നിന്ന് വഖഫ് സ്വത്തിൽ നിന്നും കിട്ടുന്ന വരുമാന വിഹിതത്തിൽ നിന്നും ശമ്പളം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കുന്ന ആ നിയമനം PSC വിട്ടു. പിന്നീട് എന്നിട്ട് എന്ത് ചെയ്തു? അത് തിരുത്തി. ദേശീയ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് സംഘപരിവാറിൻ്റെ താല്പര്യമുള്ള തീരുമാനം, സർക്കാർ നിയമനങ്ങൾ പോലും മുസ്ലിം സമ്മർദ്ദം കൊണ്ട് സർക്കാരിന് പിന്തിരിയേണ്ടി വന്നു. PSC വിട്ടത് പിൻവലിക്കേണ്ടി വന്നു. നമുക്കിത് ചെറുതായിട്ട് തോന്നണ്ട, കാരണം വലിയ ക്യാമ്പയിൻ നടന്നു. ശ്രീരാം വെങ്കിട്ടരാമൻ, മറ്റേ ഒരു പത്രപ്രവർത്തകനെ കാറിടിച്ച് കൊന്നൊരു പ്രതി ചേർക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ ആലപ്പുഴ ജില്ലാ കളക്ടറായിട്ട് നിശ്ചയിച്ചു. സ്വാഭാവികമായിട്ടും പ്രതിഷേധം വന്നു. അത് മാധ്യമരംഗത്തുള്ളവരുടെ ഭാഗത്തു വന്നു, അല്ലേ? പത്രപ്രവർത്തക യൂണിയൻ്റെ പ്രസ്താവന വന്നു. അദ്ദേഹം പ്രദാനം ചെയ്ത പത്രത്തിൻ്റെയും അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും ഭാഗത്ത് വന്നു. പൊതു പ്രതിഷേധം രൂപപ്പെട്ടു. അദ്ദേഹത്തെ മാറ്റി. എന്താണ് ചർച്ച? ഒരു സവർണനായ ഒരാൾക്ക് കേരളത്തിൽ കളക്ടറാകാൻ മുസ്ലിങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. മറ്റൊരു സംഗതി ആലോചിച്ചു. ഇവിടെ പൗരത്വ പ്രശ്നം വന്നു, NRC പ്രശ്നം വന്നു. എന്താണ് ഇടതുപക്ഷം ചെയ്തത്, വലതുപക്ഷം ചെയ്തത്, കേരളത്തിലെ മുന്നണികൾ ചെയ്തതെന്താണ്? പ്രത്യേകിച്ച് ഗവൺമെൻറ് ചെയ്തെന്താണ്? അതിനെതിരെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ആ ജനാധിപത്യത്തിൽ ഉണ്ടാകണം. കാരണം ഇതൊരു മതപ്രശ്നമല്ല, ഭരണഘടനാ പ്രശ്നമാണ്. പൗരത്വം ഒരു മതവിഭാഗത്തിൻ്റെ പ്രശ്നമല്ല, അത് ഇവിടെ പൗരന്മാരുടെ പ്രശ്നമാണ്. അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ഭരണഘടനയിൽ വിശ്വസിക്കുന്നവർ രംഗത്തിറങ്ങണം കാണേണ്ടത്. പക്ഷേ ഒരു മുസ്ലിം പ്രശ്നമാക്കി മാറ്റി. എന്നിട്ടോ അതിന് മുസ്ലിം പണ്ഡിതന്മാരുടെ സാന്നിധ്യമുള്ള വേദികൾ ഒരുക്കി, മുസ്ലിം പ്രശ്നമാക്കി മാറ്റി. എന്നിട്ട് അസാധ്യമായ പല പ്രഖ്യാപനങ്ങളും നടത്തി. ഇത്തരം ചില പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് ഞാൻ ആവർത്തിച്ച് പറയാണ്, ഞങ്ങൾ മുന്നോട്ട് ഒപ്പം നിന്നുണ്ട് എന്ന് പറയട്ടെ. ഈ കേരളത്തിൽ ഇത്തരം അപക്വമായ സമീപനം സ്വീകരിക്കുമ്പോൾ ഈ ഗവൺമെൻറ്, മാറി മാറി വന്ന ഗവൺമെൻറ് മുസ്ലിം സമുദായത്തിന് അർഹമായ പലതും നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന, അത് ബോധ്യമുള്ള കണക്കുകൾ വെച്ച് പറയാൻ പറ്റുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം വിമർശനങ്ങൾ നടത്തുന്നത്. ഗവൺമെൻറ് വാരികോരി കൊടുക്കുന്നു. പ്രായോഗിക തലത്തിൽ നിയമാനുസൃതം അർഹമായത് പോലും, ഇപ്പം സംവരണം, മുസ്ലിം സംവരണത്തിൽ വീണ്ടും ചില പ്രശ്നങ്ങൾ ഗവൺമെൻറ് സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, റൊട്ടേഷൻ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ അർഹമായത് നിഷേധിക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന് ബോധ്യമുള്ളപ്പോൾ ഗവൺമെൻറ് ഇത്തരം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില പൊടിക്കൈകൾ കൊണ്ട് പൊതുസമൂഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുവെങ്കിൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, പൗരത്വ പ്രശ്നത്തിൽ ഗവൺമെൻറ് നിലപാട് സ്വാഗതാർഹമാണ്. പക്ഷേ അത് മുസ്ലിം പ്രശ്നമാക്കി മാറ്റിയിട്ട് മുസ്ലിങ്ങളെ മാത്രം വിളിച്ചു കൂട്ടുന്ന വേദിയിൽ ചർച്ച ചെയ്ത് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയുന്നതിന് പകരം കേരളം ഒരുമിച്ച് കാണേണ്ട വിഷയമാണ് എന്നതിൽ പൊതുസദസ്സുകളായിരുന്നു സംഘടിപ്പിക്കേണ്ടിയിരുന്നത്. ഇത്തരം ചില കാര്യങ്ങളിലൂടെയാണ് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത്. ഇത് തിരുത്താൻ ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട്. ഇന്നലെ ഇപ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. എതിർത്ത് പറഞ്ഞതിന് ഇതിനെ വിശദീകരിച്ചത് വർഗീയമാണെന്ന് CPM പറയാണ്. ഒറ്റ കാര്യം കൂടി ഇപ്പോൾ നോക്കിയേ, +2 കുട്ടികൾക്ക് പഠിക്കാൻ മലബാറിൽ സൗകര്യക്കുറവെന്ന നിരന്തരം ചർച്ചയാണ്. വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ട് ചേർത്ത് പറയേണ്ടതും ആലോചിക്കേണ്ടതുമായ സംഗതിയുണ്ട്. അലോട്ട്മെൻറ്റ്, മെറിറ്റിലേക്കുള്ള അലോട്ട്മെൻറ്റ് കഴിയാൻ പോവാണ്. ഇനി കമ്മ്യൂണിറ്റി കോട്ടയിലും സ്പോർട്സ് കോട്ടയിലൊക്കെയാണ് എന്തോ കുറച്ച് വേക്കൻസി ഉള്ളത്. അല്ലാതെ പിന്നെ മാനേജ്മെൻറ്റിൻ്റെ കാശ് കൊടുത്ത് മേടിക്കുന്ന കുറച്ച് ഒഴിവുകളാണുള്ളത്. മലബാറിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ ഇനി മാനേജ്മെൻറ്റ് കോട്ടയിൽ കാശ് കൊടുത്ത് കുട്ടികൾ പഠിക്കാൻ തീരുമാനിച്ചാലും അതിനുശേഷവും 50,600 വരുന്ന കുട്ടികൾക്ക് വീണ്ടും പഠിക്കാൻ മലപ്പുറത്ത് സീറ്റില്ല. പാലക്കാട് മുതൽ കാസർഗോഡുള്ള മലബാറിൽ സീറ്റില്ല. എന്താണ് വെട്ടിപ്പിടിച്ച് ആരെന്താണ് നേടിയത്? ഇന്നത്തെ കാലത്ത് പൊതുവെ വിദ്യാഭ്യാസപരമായി വളർന്നുകൊണ്ടിരിക്കുന്ന കേരള സംസ്ഥാനത്ത്
10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമൊരുക്കി കൊടുത്തിട്ടില്ല എന്നത് അത് അത്തരമൊരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റുക? അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വളരെ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ ഈ വിഷയത്തിൽ ഒരു പൊതുസംവാദം കേരളത്തിൽ നടക്കണം. പൊതുചർച്ചയ്ക്ക് വെള്ളാപ്പള്ളി സന്നദ്ധനാകണം, ഇതിന് മറുപടി പറയണം, അല്ലെങ്കിൽ അദ്ദേഹം പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. ഓക്കെ. അത് മുസ്ലിം സംഘടനയാണ് ആവശ്യപ്പെടേണ്ടത്. അവിടെ നമ്മുടെ പ്രശ്നം. ഞാൻ പറഞ്ഞെന്തായി, അവിടെയാണ് നമ്മുടെ അടിസ്ഥാന പ്രശ്നം. ഇവിടെ പൗരത്വ പ്രശ്നം ഭരണഘടനാ പ്രശ്നമാണ്. എനിക്കെതിരെയും കേസുണ്ട്. കേരളത്തിൽ ആദ്യമായി പൗരത്വ വിഷയത്തിൽ ഒരു ഹർത്താൽ നടത്തിയത് SDP ഉൾപ്പെടെയുള്ള പാർട്ടികളാണ്. അന്നെടുത്ത കേസുണ്ട്. ഇവിടെ ആ കേസുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അത് ആവശ്യപ്പെട്ട ഒരു മുസ്ലിം പ്രശ്നമായി ചുരുങ്ങരുത്. നമ്മളതാണ് ആവശ്യപ്പെടുന്നത്. അതൊരു പൊതു പ്രശ്നമായി കാണാൻ കേരളത്തിന് സാധ്യമാകണം. ആവശ്യപ്പെടാത്ത പ്രശ്നമല്ല. ഗവൺമെൻറ് അതിൽ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, അത് പിൻവലിക്കുമെന്ന് പറഞ്ഞതാണല്ലോ. പറഞ്ഞു പറ്റിക്കലാണ്. നടപടി ഉണ്ടാകുന്നില്ല. അത് തുറന്നു കാട്ടാൻ ഗവൺമെൻറ് അതിന് വിശദീകരണം നൽകണം. ഇല്ല എന്ന് ആരോപിക്കപ്പെടുന്ന സമൂഹം നിരന്തരം പറയുന്നുണ്ട്. അവർക്ക് സ്വാധീനമുള്ളതിലൂടെ എഴുതുന്നുണ്ട്. പക്ഷെ ഗവൺമെൻറ് കൃത്യമായി ഒന്ന് പറയാൻ സന്നദ്ധമാകുന്നില്ല. കാരണം സാമുദായികമായ ധ്രുവീകരണം രാഷ്ട്രീയമായി ലാഭം കൊയ്യുമെന്ന ഒരു ധാരണയാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ CPM-നുള്ളത്, ഇടതുപക്ഷത്തിനുള്ളത്. UDF സമാനമായി ചിന്തിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വെള്ളാപ്പള്ളി കുറേ കാലമായിട്ട് SNDP-യുടെയും അല്ലെങ്കിൽ ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെയും താല്പര്യത്തിനപ്പുറത്ത് വ്യക്തിഗത താല്പര്യത്തിന് മുൻഗണന കൊടുക്കുന്നുവെന്നത് അതിൽ നിന്ന് തന്നെയുള്ള ആളുകൾ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. ഇപ്പോൾ നമുക്ക് തോന്നുന്നത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളോടൊപ്പം തന്നെ മകൻ്റെ രാഷ്ട്രീയ ഭാവിയും അദ്ദേഹം കാണുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പൊതുസംവാദം വേണം എന്നതിന് നിങ്ങൾക്ക് സാധ്യമാകുന്ന രീതിയിൽ കവറേജ് കൊടുക്കണം. ഒരു പൊതുസംവാദം ഉണ്ടാകണ ഈ കാര്യത്തിൽ. അല്ലെങ്കിൽ തലമുറകൾ സംഘർഷത്തിലാവും. ഭയങ്കര പ്രശ്നമാണല്ലോ ഇത്. ആർക്കും സ്വസ്ഥത ഉണ്ടാവാത്തൊരു സ്ഥിതി രൂപപ്പെടുമല്ലോ. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ബട്ടൺ സെലക്ട് ചെയ്യുക. ഒപ്പം ഷെയർ, ലൈക്ക്